പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആറാട്ടം എന്ന സിനിമ നമുക്ക് എല്ലാവർക്കും അറിയാം. അതിലൊരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ അറിയാം, തക 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 തലയുടെ വിളയാട്ടം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് റിലീസായ ഗുഡ് ബാഡ് അഗ്ലി എന്ന സിനിമയ്ക്കായിരിക്കും ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ തീർച്ചയായിട്ടും യോജിക്കുക. ഇത് ഒരു ഡൈഹാർഡ് അജിത് കുമാർ ഫാൻസിന് വേണ്ടിയിട്ട് ഇറക്കിയ ഒരു സിനിമയാണ്. ആ സിനിമയുടെ സംവിധായകൻ തന്നെ ഇതിനു മുമ്പ് പലതവണയായിട്ട് പലത് പറഞ്ഞിട്ടുണ്ടാവും. അദ്ദേഹം തന്നെ ഒരു അജിത്തിന്റെ ഒരു ഫാൻ ബോയ് ആണെന്ന് ആൾക്കാരെല്ലാവരും പറയുന്നുണ്ടായിരുന്നു. ഒരു ഫാൻ ബോയ് സിനിമ ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്, ഫാൻ ബോയ് സംഭവമായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് സത്യം പറഞ്ഞാൽ അങ്ങനെ ആയിരിക്കും വന്നിട്ടുള്ളത്, അങ്ങനെ തന്നെയാണ് വന്നിട്ടുള്ളത്. തുടക്കം മുതൽ അവസാനം വരെ അജിത് കുമാർ അജിത് കുമാർ അജിത് കുമാർ, അതല്ലാതെ വേറെ ഒന്നുമില്ല. വേറെ ഒത്തിരി കഥാപാത്രങ്ങളുണ്ട്. ഇപ്പൊ അജിത് കുമാറിന്റെ കൂടെ തന്നെ അജിത്തിന്റെ കൂടെ തന്നെ തൃഷയുണ്ട്, പ്രസന്നയുണ്ട്, തെലുഗു നടൻ സുനിലുണ്ട്, പിന്നെ റെഡിങ് കിങ്സ്ലി വന്നു പോകുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ എതിർഭാഗത്ത് ഇരിക്കുന്നവർക്കും ഒത്തിരി കഥാപാത്രങ്ങളുണ്ട്. പക്ഷെ എല്ലാവരും നിഷ്പ്രഭമാക്കുന്ന ഒരു രീതിയിലാണ് അജിത് കുമാർ ഈ സിനിമയ്ക്ക് അത് ചെയ്തിരിക്കുന്നത്. ഇനി സിനിമയുടെ നെഗറ്റീവ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് വളരെ പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ഓൺലൈൻ കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലാവും. ട്രെയിലർ കാണുമ്പോൾ തന്നെ ഏകദേശം മനസ്സിലാവും. ഒരു ഗാങ്സ്റ്റർ വിത്ത് എ പാസ്റ്റ്, അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു അദ്ദേഹത്തിന് അതെല്ലാം മറന്ന് ഒരു പുതിയ ഫാമിലി ലൈഫിലേക്ക് കടക്കുന്നു. എന്നാൽ ഫാമിലി ലൈഫിലേക്ക് വീണ്ടും പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്ക് അദ്ദേഹം വീണ്ടും പാസ്റ്റിലേക്ക് ചെയ്ത കാര്യങ്ങളിലേക്ക് തിരിച്ചു പോകുന്നു. ഈ ഒരു ഓൺലൈൻ, ഇതാണ് സിനിമയുടെ ഒരു ഓൺലൈൻ. പക്ഷെ ഇതൊരു സാങ്കല്പിക ലോകത്തിൽ ഇതിനകത്ത് ലോജിക്ക് നോക്കാൻ പാടില്ല. ഇതിനകത്ത് തുടക്കത്തിൽ മുംബൈയിലെ സെൻട്രൽ ജയിൽ കാണിച്ചിട്ട് മുംബൈയിലെ ജയിൽ ഇങ്ങനെയൊന്നും അല്ല എന്ന് ചോദിച്ചിട്ട് കഥയിൽ ചോദ്യമില്ല എന്ന് പറയുന്നത് പോലെ ഇതൊരു പ്രത്യേക യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്തിട്ട് അവർ സിനിമ എടുത്തിരിക്കുകയാണ്. അതായത് കഥയുടെ ഭൂരിഭാഗം കഥയും നടക്കുന്നത് സ്പെയിനിൽ എന്നാണ് കാണിക്കുന്നത്. അപ്പൊ സ്പെയിനിലുള്ള ആൾക്കാർ എന്തുകൊണ്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയൊന്നും ചോദിക്കാൻ പറ്റില്ല, കാരണം നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ ലോജിക്ക് എല്ലാം ഒന്ന് മാറ്റി വെച്ചിട്ട് നിങ്ങളൊരു ഡൈഹാർഡ് ഫാൻ ആണെങ്കിൽ ഈ ഒരു സിനിമ എങ്ങനെ അപ്രോച്ച് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ ഒരു സിനിമ ഇഷ്ടപ്പെടും. അജിത്തിന്റെ പല പല സിനിമകളുടെ റെഫറൻസുകളുടെ ഒരു ഘോഷയാത്രയാണ് ഈ സിനിമയിൽ ഉടനീളം. അത് പാട്ടുകളുടെ രൂപത്തിൽ, ബിജിഎമ്മിന്റെ രൂപത്തിൽ പല റെഫറൻസ് അദ്ദേഹത്തിന്റെ പഴയ സിനിമകളിൽ അദ്ദേഹത്തിന്റെ കൂടെ അഭിനയിച്ച ആർട്ടിസ്റ്റുകൾ ഇതിനകത്ത് വന്നു പോകുന്നുണ്ട്. അങ്ങനെ ഒരു നെടുനീളൻ ഒരു അജിത് കുമാർ സംഭവം എന്നുള്ള ഒരു അജിത് കുമാറിന്റെ ഫാൻസിന് ഇതൊരു എന്താ പറയാ, ഒരു ഉത്സവം എന്ന രീതിയിൽ വേണമെങ്കിൽ എടുക്കാം. അങ്ങനത്തെ രീതിയിൽ കാണാൻ പറ്റുന്ന ഒരു സിനിമയാണത്. ഇതാണ് സിനിമയെ കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം.